സിലൂക്ക നെറയിലേക്കാണ് എത്തിയിട്ടുള്ള ഭൂട്ടാനിലെ മറ്റൊരു അട്രാക്ഷനാണ്. ബാഗ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് പാർലറിലുള്ള ഷോപ്പിൽ കയറിയിട്ടുണ്ട്. പിന്നെ പസ്കോപ്പിയാണ് എല്ലാ കാര്യങ്ങളുണ്ട്. കൊളംബിയ ചിരിക്കട്ടെ ഹെഡ് ഫോർക്ക് ഹെഡാണ് കേട്ടോ. ക്ലീൻ ചെയ്യുന്നതാണ് നമ്മളെ നാട്ടിലെ മീൻ കട വരുന്നത്. ഭൂട്ടാൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ തിമ്പുവിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു പ്രധാന അട്രാക്ഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിലൂക്ക നെറയിലേക്കാണ് എത്തിയിട്ടുള്ള ഭൂട്ടാനിലെ മറ്റൊരു അട്രാക്ഷനാണ് ഈ സിലൂക്ക നെററി. ഇതിൻ്റെ ഉള്ളിൽ ടെമ്പിളുണ്ട്. അതുപോലെ പിന്നെ ഈ ബുദ്ധിസ്റ്റ് മോങ്കൊക്കെ പഠിക്കുന്ന അല്ലേ കുട്ടികളൊക്കെ അവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ കേട്ടോ. ഭൂട്ടാനിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ബുദ്ധമതത്തിൽ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി 1976 നിർമ്മിച്ചതാണിത്. ഏകദേശം 70ഓളം കന്യാസ്ത്രീകളാണ് ഇവിടെ താമസിച്ച് ബുദ്ധമതം പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ നിന്നും ബിരുദ വിദ്യാഭ്യാസം നേടിയ ശേഷം ഇവർ സമൂഹത്തിനായി ജീവിതം അർപ്പിക്കുന്നു. ആത്മീയ പ്രവർത്തനങ്ങൾക്ക് പുറമെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും ഇവർ സജീവമായി പ്രവർത്തിക്കുന്നു. ഈ നന്നറിയുടെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിനകത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം. ഭൂട്ടാനിൽ എല്ലായിടത്തും കാണുന്ന ഒന്നാണ് പ്രെയർ വീൽസ്. ഇതിലെല്ലാം എഴുതി വെച്ചിട്ടുള്ളത് മന്ത്രങ്ങളാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം ഇത് കറക്കാനായിട്ട്. 1000 തവണ മന്ത്രം ചൊല്ലുന്നതിന് തുല്യമാണ് ഇത് ഒരു തവണ കറക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇപ്പോൾ ഉള്ളത് തിമ്പുവിലെ ക്രാഫ്റ്റ് മാർക്കറ്റിലാണ്. ഇവിടെ ഉണ്ടാക്കുന്ന ഹാൻഡിക്രാഫ്റ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു ഏരിയ കൂടാണിത്. ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള മിക്കവാറും എല്ലാ ഹാൻഡിക്രാഫ്റ്റ്സും, ഡ്രസ്സസ്, ദെൻ ഫ്ലാഗ്സ്, ബാഗ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, നമുക്കിതിലേക്ക് നോക്കിയിട്ട് വരാം. How much for this bag? 1,800. Okay. Excuse me, how much for this? Scarf? 2,000. Made up of? Yakult. Baby Yakult. ഇത് മാഗ്നറ്റിക് അല്ലേ, നമ്മൾ ഇവിടെ വെക്കുന്ന ഭൂട്ടാൻ്റെ ഫ്ലാഗ് ഉണ്ട്. പിന്നെ അതുപോലെ ഫ്ലാഗ് ഉണ്ട്, ടിബറ്റൻ ഫ്ലാഗ് ഉണ്ട്. പിന്നെ എന്താ മാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കീച്ചെയിൻ അല്ലേ, കീച്ചെയിനാണ്. പിന്നെ ജ്വല്ലറീസ് ഉണ്ട്. ജ്വല്ലറീസൊക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇത് വെറൈറ്റി ആയി തോന്നിയിട്ടുണ്ട്. കപ്പ്, ഫ്ലാഗ് ചെയ്തിട്ടുള്ള കപ്പ്. ബുദ്ധ മിനിയേച്ചേഴ്സ് ഉണ്ട്. How much is this?
പിന്നെ ട്രഡീഷണൽ ബാഗ്സ്. Which is this material? What is this? This material? Bodhi wood. Oh, bodhi വൃക്ഷത്തിൻ്റെ is it a seed? Seed. Oh, bodhi വൃക്ഷത്തിൻ്റെ വിത്ത് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാലകളാണ്. For meditation purpose? Okay. For chanting? Okay. How much for this? These are all 50, these are 100. ഇതിന് എത്ര 50 രൂപ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഇത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പേപ്പറുകളാണ്, അതുകൊണ്ടുണ്ടാക്കിയ ബുക്കാണ്. നമ്മൾ പേപ്പർ ഫാക്ടറിയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ ഹാൻഡ് മെയ്ഡ് ആയിട്ട്. ഹൗ മച്ച് ഫോർ ദിസ്? 450. 450 അതേപോലെ തന്നെ അവരുടെ എന്താ പറയുക, തുണി കൊണ്ട് ക്ലോത്ത് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട്. How much? Said 3,800. Full set it costs like 3,800. ഫുൾ സെറ്റിന് 3,800 അല്ലേ? 2,000. 3,000. 3,800. വൈൻ ബാരൽ. നമ്മൾ അവിടെ കണ്ടേ. വൈന് അവിടെ കണ്ടില്ലേ? അതെ സിംപ്ലി ബൂട്ടാനിൽ കണ്ടിട്ടുള്ള സാധനമാണ്. വൈൻ ഒഴിച്ചേക്കുന്ന ബാരലിന് അതിൻ്റെ ഒരു മിനിയേച്ചർ. മിനിയേച്ചറേ. What is this? Is it a plate? Bhutanese plate. Okay. ഇത് പ്ലേറ്റ് ഉപയോഗിക്കുന്നതാണ്. ഇത് മെയ്ഡ് അപ്പ് ഓഫ് wood. These are the function bamboo. Sorry. Bamboo. Is it bamboo? Oh yeah. No problem. മുള കൊണ്ട് ഉപയോഗിച്ചാണ്. These are called bamboo. ബാംബു, മുള. മലയാളം. ഇൻ മലയാളം മുള. ബാംബു. Bamboo. പുനാക്ക സോങ്ങിൻ്റെ സൂനിയറൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് അവിടെ അല്ലേ. പിന്നെ അതേപോലെ പാറസോങ്ങിൻ്റെ ഉണ്ട്. പാറസോങ്. പിന്നെ അതേപോലെ ഭൂട്ടാൻ്റെ മെയിൻ ഐക്കോണിക് ആയിട്ടുള്ളത് ടൈഗേഴ്സ് നെസ്റ്റാണ്, അതിൻ്റെ മിനിയേച്ചറുണ്ട്. പിന്നെ ബുദ്ധ പോയിൻ്റ്, നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു ബുദ്ധ പോയിൻ്റ്, അതിൻ്റെ എല്ലാം ഉണ്ട്. ഓക്കെ, കുറേ ഡിസൈനുകൾ ഇവിടെ ഉണ്ട്. ഭൂട്ടാനീസ് കപ്പിള് അല്ലേ? 1,100 കേട്ടോ. വില 1200 കേട്ടോ. അടിപൊളി. പെയിന്റ് ഹാൻഡ് പെയിൻറ്റഡ്. ഓ, ഹാങ് ചെയ്യാണല്ലോ അല്ലേ? അതിൻ്റെ വാങ്ങിച്ച അടിപൊളി കേട്ടോ, വീട്ടിലൊക്കെ റേറ്റ് ചെയ്യും. ഹാങ്ങിങ്. ഹാങ്ങിങ്. Usually it is used in ultra. Imo chishon na jaun. Kachna go. ഇവിടെ മൊത്തം ബാഗുകളാണ്. അത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുക കേട്ടോ, ബാഗ് ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്.
Muffler. Ah, yeah. Downward is warm. Very warm. ഒരുപാട് ഷോപ്പുകൾ നമുക്ക് ഈ ക്രാഫ്റ്റ് മാർക്കറ്റിൽ കാണാൻ കഴിയും. ഒരുപാട് ടൂറിസ്റ്റുകളെയും നമുക്കിവിടെ കാണാം. ബാംബു കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഹട്ടുകളെല്ലാം. പാറോയിലെ ക്രാഫ്റ്റ് മാർക്കറ്റ് ആയിരിക്കും ഒന്നുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. 2 ദിവസത്തെ സ്റ്റേക്ക് ശേഷം തിമ്പുവിനോട് ഇവിടെ പറഞ്ഞ് അടുത്ത സിറ്റിയായ പാറോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഭൂട്ടാനിലെ ഒരേ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടായ പാറോ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാറോ താഴ്വരയിൽ പോച്ചു റിവറിന് അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള എയർപോർട്ടുകളിൽ ഒന്നാണിത്. മലകളാൽ ചുറ്റപ്പെട്ടതും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വെതറും ടേക്ക് ഓഫും ലാൻഡിങ്ങും ഇവിടെ വളരെ പ്രയാസകരമാക്കുന്നു. സ്പെഷ്യലി ട്രെയിൻ ചെയ്തിട്ടുള്ള പൈലറ്റ്സിന് മാത്രമേ ഇവിടെ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പെർമിഷനുള്ളൂ. ഫ്ലൈറ്റുകളെല്ലാം ഡേ ടൈമിൽ മാത്രമേ ഇവിടെ ഫ്ലൈ ചെയ്യാറുള്ളൂ. പാറോ താഴ്വരയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒന്നാണ് റിംഗ്പങ് സോങ് അഥവാ പാറോ സോങ്. പാറോയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ് ഇതിൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ യാത്ര തിമ്പു നിന്ന് പുറപ്പെട്ടു. ഇപ്പം നമ്മൾ പാറോയിലേക്ക് എത്തി. പാറോയിലുള്ള നമ്മുടെ ഹോട്ടലാണിത്. ഹോട്ടലിൻ്റെ പേര് ഡോട്ട് ഷീലിംഗ് ഹോട്ടലാണ് പാറോയിലെ. നമ്മൾ റിസപ്ഷനിലേക്ക് കയറിയിട്ടുണ്ട്. റിസപ്ഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് റിസപ്ഷനിൽ പരിചയപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ. പാറോയിലെ ഞങ്ങളുടെ 2 ദിവസത്തെ സ്റ്റേ ഇനി ഇവിടെ ആയിരിക്കും. പാറോ സിറ്റിയിലെ സെൻട്രൽ തന്നെയാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഈ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റ്. അധികം ഗസ്റ്റുകളില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പാറോയിലെത്തിയിട്ടുള്ള ആദ്യത്തെ ഡിന്നറാണ്. ഡിന്നറിന് കുഴപ്പമില്ലാത്ത ഐറ്റംസൊക്കെ ഉണ്ട്. വൈറ്റ് റൈസാണ്. ഇത് ബീഫിൻ്റെ കറിയാണ്. പിന്നെ റൊട്ടി ഉണ്ട്. പിന്നെ ദാൽ ഫ്രൈ ഉണ്ട്. ദെൻ സബ്ജി ഡ്രൈ ആയിട്ടുള്ള ഒരു ഉപ്പേരി തരത്തിലുണ്ട്. പിന്നെ സോയാബീനും അതേപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു കറിയുണ്ട്. പിന്നെ പപ്പടമുണ്ട്. പിന്നെ സാലഡ്സ് ഉണ്ട്. ഇത്രയാണുള്ളത്. ഓക്കെ, നമുക്ക് കഴിച്ചിട്ട് പറയാം. കുഴപ്പമില്ല കേട്ടോ. ഫുഡ് ബീഫൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സോഫ്റ്റ് ബീഫാണ്. പിന്നെ റൈസും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന പോലെയുള്ള റൈസൊക്കെ തന്നെയാണ്. എരിവ് ഇവിടെ നോർമലി എരിവ് കുറവായിരിക്കുമല്ലോ. അതിൻ്റേതായിട്ടുള്ളൊരു എങ്ങനെയും ഉണ്ടാവുമല്ലോ. പിന്നെ എങ്ങനെയുണ്ട്? ചപ്പാത്തി റൊട്ടി കഴിച്ചില്ല. റൊട്ടി എന്തെങ്ങനെയുണ്ട്? ഓക്കെ. ഡിന്നർ കഴിച്ചതിന് ശേഷം പാറോ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി.
പാറലുള്ള ഷോപ്പിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് കോപ്പിയാണ് എല്ലാ സാധനങ്ങളുണ്ട്. PP2 20% വരെ ഓഫർ വരുന്നുണ്ട്. എല്ലാം സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ അഡിഡാസ്, നോർത്ത് ഫേസ്, നൈക്കി എല്ലാം ഉണ്ട്. കുഴപ്പമില്ല, ഫസ്റ്റ് കോപ്പിയാണ്, ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണെന്ന് പറയുന്നത്. അത്യാവശ്യം റേറ്റും ഉണ്ട്, എന്നാലും ക്വാളിറ്റിയും കീപ്പ് ചെയ്യുന്നുണ്ട്. 20% ഡിസ്കൗണ്ട് അതെ. കൊടുക്കുന്നുണ്ട്. അതെ അതെ. You are in Paro? Samrukjonggar. Samrukjonggar. Chonga. Chongqing nearest place? Samrukjonggar. Samrukjonggar. Is near to Para? No. Far away. Far away. 4 hours. Far. Oh, Far away. far away. Yeah. Thimphu side. No. Pinchling right. Funchoni. Okay. Say hi. Your name? Huh? Pictures. Your names are very difficult, eh? In short. Licky. Likio. Likioke. ഇതെല്ലാം കോപ്പിയാണ്. 4,895. 20% പറയുന്നത്. Colombia. Colombia. ട്രഡീഷണൽ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ്, ജ്വല്ലറി എന്നിവയുടെയൊക്കെ ഒരു ഷോപ്പാണിത്. ഒരുപാട് സുവനീർ ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഭൂട്ടാനിലെ വെറൈറ്റി ലെറ്റർ സ്റ്റാമ്പുകളാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്റ്റാമ്പുകൾ, വെറൈറ്റി ഓഫ് സ്റ്റാമ്പുകൾ ഇവിടെ കാണാവുന്നതാണ്. ഈ കാണുന്നതെല്ലാം ഹാൻഡ് മെയ്ഡ് പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഗ്രീറ്റിംഗ്സ് കാർഡും എൻവലപ്പും എല്ലാമാണ്. ഭൂട്ടാൻ്റെ ഐക്കോണിക് ആയിട്ടുള്ളതും ട്രഡീഷണൽ ആയിട്ടുമുള്ളതുമായ ഒരുപാട് പിക്ചേഴ്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. രാജാവിൻ്റെ പിക്ചേഴ്സും ഇതിലുണ്ട്. ഫ്ലാഗ്സ് ഉണ്ട് അല്ലേ? ഫ്ലാഗ്സ് ആണ് കൂടുതൽ. മിക്കവാറും ഫ്ലാഗ്, ചന്ദനത്തിരികൾ, പിന്നെ പോലെ ഹാൻഡിക്രാഫ്റ്റുകളുണ്ടല്ലോ അതേപോലത്തെ ഓരോ ഗുരു, അതേമാതിരി ബുദ്ധ ഹാങ് ചെയ്യണം, തൂക്കിയിരുന്ന സാധനമാണ്. വീട്ടിലൊക്കെ നമ്മൾ നെറ്റിപ്പട്ട തൂക്കൂലേ വീട്ടില്, ആനൻ്റെ ഒക്കെ അല്ലേ, അതേപോലെ വെക്കുന്നത്. പിന്നെ ആനൻ്റെ അത് വെക്കൂലേ, ശില്പങ്ങൾ വെക്കൂലേ അല്ല, അതേപോലെ വെക്കുന്ന അവർ തൂക്കുന്ന സാധനം. മാച്ചാവും, നമ്മുടെ നാട്ടിൽ കൊണ്ടായാലും മാച്ചാവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ മെയിൻ ഫ്ലാഗ്സ് ആണ് കൂടുതൽ. പിന്നെ ഇവിടുത്തെ ഗ്രോസറി സാധനങ്ങളൊക്കെ ഉണ്ട്. പൊരിയൊക്കെ ഉണ്ടല്ലേ, കോണല്ലേ? കോൺ മിക്സ് ഒഴിച്ചിട്ട്. ഇതെന്താ? Sorry, what is this? What is this? ഇൻസെൻസ്. ആ, ഇത് കത്തിച്ചിട്ടേ മണം വരാനുള്ള, സ്മെല്ല് വരാനുള്ള. പിന്നെ ഇതെന്താ സാധനം? ഇതെന്തിൻ്റെ ഒരു വേരാണല്ലോ അല്ലേ? ഇൻസെൻസ് ഫോർ ബേണിംഗ്. ആ, Hi. Say hi. Hi. ആ, ചിരിക്കട്ടെ ചിരിക്കട്ടെ. How much? 250.
അഗർബത്തിയാണ് അല്ലേ? അഗർബത്തിയാണ്, പല ഫ്ലേവർ ഉള്ളതുണ്ട്. ഓക്കെ, അവിടെ തൊട്ട് കാണിച്ചാൽ ആ ഇത് ഒരു എണ്ണ കത്തിച്ച് 2 ദിവസമൊക്കെ മണക്കുന്ന പറഞ്ഞത് കേട്ടോ ഈ സാധനം. ആ കുറേ ആ ഗ്രീൻ മണ്ണ് 350 ആണ്. 350 ഇത് കുറേ എന്താ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണല്ലേ? ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ്. അതെ അതെ. ഓക്കെ, ഇത് 250 ആണ്, ഇതിന് 100 ആണ്, ഇത് 50. അപ്പോൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ഗ്രീനിലുള്ളതാണ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുക. അവർ പറഞ്ഞാൽ 2 ദിവസം വരെ കിട്ടുമെന്നാണ് പറയുന്നത്. കോംബോ പാക്ക് 500. ജാക്കറ്റ്സും ലേഡീസ് അതേപോലെ കിഡ്സിൻ്റെ ഒക്കെ ഐറ്റംസ് ഉള്ളൊരു ഷോപ്പാണിത്. ഈ കാണുന്ന ജാക്കറ്റ്സ് എല്ലാം ഫസ്റ്റ് കോപ്പിയാണ്, എന്നാലും നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ലേഡീസ് ബാഗ്സ്, ഫുട് വെയേഴ്സ്, ജ്വല്ലറി, പിന്നെ കിഡ്സിൻ്റെ ഫുട് വെയേഴ്സ് എല്ലാമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഹോങ്കോങ്ങിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഐറ്റംസാണ് ഇതെല്ലാം എന്നാണ് അവർ പറയുന്നത്. സെലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസിന് 10 to 15 ഓഫേഴ്സും അവർ കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ബാർഗെയിനിങ് സ്കില്ല് മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സാധനം നല്ല റേറ്റിൽ കിട്ടുന്നതാണ് ഇവിടുന്ന്. ഷൂ എല്ലാം ഫസ്റ്റ് കോപ്പിയാണ്, എന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായിട്ടാണ് തോന്നുന്നത്. Price of this? This one is 2,250. 2,000. Giving at 1,900. What about this? ഹൊക്ക This one is എടാ 4,800. 1900 ആണ്, 1900. 900 ആണ്. 1900. 1900. It is 2,250. Oh, it is Actual price is 2,000. Yeah. 50 off. All the products are not on 50. എല്ലാം ഒന്നുണ്ട്. സ്കിന്നാണോ? What's this? പോർക്ക് ഹെഡ്. ആ പോർക്ക് ഹെഡാണ് കേട്ടോ, ഡ്രൈഡ്. ആ ഓക്കെ. പിന്നെ ചിക്കൻ ബീൻ പോർക്ക് റിബ്സ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ബെല്ലി. ഇത് ചിക്കൻ. ആ ഓ ഡെസേർട്ടിനുള്ള ചിക്കനാണ്. പിന്നെ ഇത് ഗ്രില്ലാണ് കേട്ടോ. അല്ല ഇത് മറ്റേ ഇല്ലേ റിബ്സ് പോർക്കിൻ്റെ റിബ്സാണ് ബെല്ലി. പിന്നെ ഫിഷ് ഉണ്ട്, ഇത്രയും വലുപ്പമുണ്ട്, വലിയ ഫിഷാണ്. Name of this fish? नाम क्या है? റോ ഫിഷ്. ഇതേ ആ അവർ ക്ലീൻ ചെയ്യുന്നതാണ്, മീൻ ക്ലീൻ ചെയ്യുന്നതാണ്. നമ്മളെ നാട്ടിലെ മീൻ കട മരുന്നല്ല, നല്ല വൃത്തിയുണ്ട് അല്ലേ? അതായത് സ്മെല്ലും ഇല്ല. സ്മെല്ലും ഇല്ല. അപ്പോൾ ഫ്രഷാണ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ചിക്കനൊക്കെ ഉണ്ടല്ലോ വെച്ചത്, ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാണ്. വിത്ത് ഇതാണ്, സ്കിന്നുള്ളതാണ് കേട്ടോ, സ്കിന്നാണ്. ആ ചിക്കൻ ഓരോ ടൈപ്പ് ചിക്കനാണ്, അതൊക്കെ ഉണ്ട് സാധനങ്ങൾ. പിന്നെ പോർക്കാണ് കൂടുതൽ, അതൊക്കെ പോർക്കാണ്, അത് പോർക്കാണ്, ഈ തൂക്കിയിട്ടെല്ലാം പോർക്കാണ്. താങ്ക് യു. ഓക്കെ. പാറോ സിറ്റിയിലെ മെയിൻ ലൈനിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭൂട്ടാൻ സമയം 9:30. ഈ കാണുന്നതെല്ലാം ക്രാഫ്റ്റിൻ്റെ ഷോപ്പുകളാണ്. 1-2 ഒഴികെ എല്ലാം തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ കാണുന്ന റിംഗ്പുങ് സോങ്ങാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. ഏകദേശം 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്ററിൻ്റെ മുകളിലായിട്ട് ദൂരം വരും. സമയം 9:30 മണിയായിട്ടുള്ളൂ. എന്നാൽ പാറോ സിറ്റിയിൽ തിരക്കൊന്നും കാണാൻ കഴിയില്ല. കുറച്ച് ടാക്സി വാഹനങ്ങൾ മാത്രമേ ഇവിടെ കാണാൻ കഴിയുന്നുള്ളൂ. പാറോ സിറ്റിയിൽ പൂച്ചു നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് റിംഗ്പുങ് സോങ്.
ഇതിനെ പാറോ സോങ് എന്നും വിളിക്കാറുണ്ട്. 1646 ലാമ ഗവാങ് നങ്ങലിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണിത്. ഇപ്പോൾ ഇത് പാറോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായും പ്രവർത്തിക്കുന്നു. ഭൂട്ടാനിൽ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഷേച്ചു ഫെസ്റ്റിവൽ ഇവിടെ വെച്ചാണ് നടക്കുന്നത്.